ലഹരിക്കെതിരെ ലഹരിക്കടത്തിനെതിരെ ശക്തമായ ക്യാമ്പയിനുമായി സർക്കാരായാലും ജനങ്ങളായാലും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ സ്കൂളിലൊക്കെ ലഹരി ബോധവൽക്കരണ പരിപാടികൾ നടക്കുന്നുണ്ട് എല്ലാ മാസവും. ആ രീതിയിൽ തന്നെ ഓപ്പറേഷൻ തൂഫാനുമായൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ലഹരിക്കടത്തിന് തടയിടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കോഴിക്കോട് നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നത്. 2 അധ്യാപികമാർ ലഹരി കേസിൽ അറസ്റ്റിലായെന്ന വിവരം നമ്മൾ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. ആദ്യം കീർത്തന, പിന്നാലെ കാവ്യ. MDMA കേസിൽ പിടിയിലായ യുവാവിൽ നിന്ന് ലഭിച്ച വിവരം അന്വേഷിച്ചെത്തിയപ്പോൾ പോലീസ് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുൻനിരയിൽ നിന്ന യുവതികൾ, അധ്യാപക ജോലിയെ മറയാക്കി ലഹരി ഇടപാടുകൾ അവർ തുടർന്നു. 2 ഗ്രാം MDMAയുമായാണ് വടകര സ്വദേശി സഫാൻ ദിവസങ്ങൾക്ക് മുൻപ് പോലീസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ നിർണായകമായ ചില സൂചനകൾ സഫാൻ പോലീസിന് നൽകി. അതിന്റെ ചുവട് പിടിച്ച് പോലീസ് നടത്തിയ അന്വേഷണം ചെന്നെത്തിയത് അധ്യാപികമാർ ഉൾപ്പെട്ട വലിയ ലഹരി സംഘത്തിൽ. ആദ്യം പിടിയിലായത് മരുതോങ്കര സ്വദേശി KC കീർത്തന, പേരാമ്പ്ര BRCക്ക് കീഴിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപിക. നിരവധി സ്കൂളുകളിൽ കായിക അധ്യാപികയായി ജോലി ചെയ്തു. ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സൂംബ, യോഗ ക്ലാസുകൾ എടുക്കാനും കീർത്തനയെത്തി. അതിനിടെ പേരാമ്പ്രയിൽ മസ്ക ബൺ കച്ചവടവും. ലഹരി ഇടപാടുകൾക്കുള്ള മറയായിരുന്നു ഇതെല്ലാമെന്നറിഞ്ഞപ്പോൾ നാട്ടുകാരും ഞെട്ടി. കീർത്തനയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയത് ലക്ഷങ്ങളാണ്, എല്ലാം ലഹരി ആവശ്യപ്പെട്ട്. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഉറ്റ സുഹൃത്ത് കാവ്യയും കുടുങ്ങി. കാവ്യ ഓട്ടിസം സ്കൂളിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം. കീർത്തനയുമായുള്ള ബന്ധം ലഹരി ഇടപാടിലേക്ക് എത്തിച്ചു. കീർത്തനയുടെ അക്കൗണ്ടിലെ പണം ഒരു പരിധി കഴിഞ്ഞാൽ കാവ്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റും. സംശയം തോന്നാതിരിക്കാനുള്ള തന്ത്രം. 2 വർഷം മുൻപ് വാഹനാപകടത്തിൽ പരിക്കേറ്റ കാവ്യയ്ക്ക് സാമ്പത്തിക സഹായം നൽകിയതാണ് BRCയിലെ മറ്റധ്യാപകർ. തൊട്ടുപിന്നാലെ കാവ്യ ആഡംബര കാർ വാങ്ങിയത് അധ്യാപകരിൽ സംശയമുണ്ടാക്കിയിരുന്നു. സഹോദരന്റെ കാർ എന്നായിരുന്നു കാവ്യയുടെ മറുപടി. ഈ കാർ ലഹരിപ്പണം ഉപയോഗിച്ച് വാങ്ങിയത് എന്ന സംശയത്തിലാണ് പോലീസ് ഉള്ളത്. കൂടുതൽ പേർ പോലീസിന്റെ സംശയ നിഴലിലുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ വലയിൽ അകപ്പെട്ടോ എന്നാണ് സംശയം. അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരിക്കേസിന്റെ അടുത്ത കണ്ണി തേടി അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. റിപ്പോർട്ടർ, കോഴിക്കോട്. ഏതായാലും അധ്യാപികമാർ പ്രതികളായ ഈ ലഹരി ഇടപാട് കേസിൽ കൂടുതൽ പേർ നിരീക്ഷണത്തിലാണ്. ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. പിടിയിലായ പേരാമ്പ്ര BRCയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. കീർത്തനയും കാവ്യയും ലഹരി കേസിൽ പിടിയിലായത് ഞെട്ടിച്ചുവെന്നാണ് BRCയിലെ മറ്റധ്യാപകർ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത്. പേരെയും ടെർമിനേറ്റ്, ഒരാളെ നേരത്തെ 13-ാം തീയതി തന്നെ ഈ സിസ്റ്റത്തിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. DPCക്ക് നമ്മൾ ആ സ്പോട്ടിൽ പോലീസിൻ്റെ റിപ്പോർട്ട് അടക്കം കൈമാറി അവരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള നടപടികൾ, ഓർഡർ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പം വരും. ഇങ്ങനെ ആരെങ്കിലും ഈ ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ, കീർത്തനയുമായി ബന്ധമുണ്ടെങ്കിൽ അവരുടനെ റിസൈൻ ചെയ്തു പോവേണ്ടതാണ് എന്ന് സ്റ്റാഫ് മീറ്റിങ്ങിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരത് SS ആണ് വിവരങ്ങൾ നൽകുന്നത്. ശരത്ത്, ഈ അധ്യാപികമാർ പിടിയിലായത് തന്നെ നമ്മെ ഞെട്ടിച്ചതായിരുന്നു. ഇപ്പോഴിതാ ഇത് വലിയൊരു സംഘമുണ്ട് എന്ന നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണോ? കൂടുതൽ പേർ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഏത് രീതിയിലാണ് അന്വേഷണം? വിനീത്, അതായത് 2 അധ്യാപികമാർ MDMA കേസിൽ പിടിയിലായ വളരെ ഞെട്ടിച്ച സംഭവമായിരുന്നു. എന്നാൽ 2 എന്ന് സാധിക്കും. നിലവിൽ 2 അധ്യാപികമാരാണെങ്കിൽ. ശരി, ശബ്ദത്തിൽ എന്തോ തകരാറുണ്ട്. വടകര ലഹരി ഇടപാടിൽ ഏതായാലും ഇപ്പോൾ നടപടികൾ കൂടി വരികയാണ്. ജോലിയിൽ നിന്ന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കാവ്യയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. കാവ്യയും ലഹരി കേസിൽ പിടിയിലായതിനു പിന്നാലെയാണ് നടപടി വരികയും ചെയ്യുന്നത്. ശരത്, നേരത്തെ ശബ്ദം വ്യക്തമായിരുന്നില്ല, തുടരാം. വിനീത, അതായത് നമുക്കറിയാം MDMA കേസിൽ നേരത്തെ 2 പേരാണ് ഇതുവരെ പിടിയിലായിട്ടുള്ളത്. 2 പേർ അധ്യാപകരാണ്. അത് മറ്റ് നിരവധി പേരുണ്ടെങ്കിലും ഇതിൽ ഈ 2 അധ്യാപകരിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ അധ്യാപകർ ഈ ലഹരി സംഘത്തിന്റെ വലയിലായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. 2 പേർ കൂടി നിലവിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട്. ഈ പറയുന്നത് പോലെ ഈ പേരാമ്പ്ര സ്വദേശികളായ 2 അധ്യാപകർ കൂടിയാണ് ഇത്തരത്തിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ളത്. ഇവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. നമുക്കറിയാം കാവ്യയും കീർത്തനയും ഈ ലഹരി സംഘത്തിന്റെ
ഭാഗമായിട്ടുള്ളത് ഈ ബാങ്ക് വിവരങ്ങൾ സാമ്പത്തിക ഇടപാടുകൾക്ക് കൈമാറി എന്നുള്ളതാണ്. അതായത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെയാണ് ഈ ലഹരി സംഘം അവരുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുള്ളത്. ലഹരി വാങ്ങാൻ വരുന്ന ആൾ ഈ കീർത്തനയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നു. ഒപ്പം ഈ പണം കാവ്യയുടെ അക്കൗണ്ടിലേക്ക് പോയ ശേഷം കാവ്യയുടെ അക്കൗണ്ടിൽ നിന്ന് ഈ ലഹരി സംഘം ATM വഴി പണം പിൻവലിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയത്. അങ്ങനെ ഈ രീതിയിലാണ് ഇവരുടെ പ്രവർത്തന രീതി. എന്നാൽ കാവ്യയും കീർത്തനയ്ക്കും പുറമെ മറ്റ് 2 അധ്യാപകർ കൂടി ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ളതാണ് പോലീസും തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ കാവ്യയുടെയും കീർത്തനയുടെയും ബാങ്ക് വിവരങ്ങൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് ചില അക്കൗണ്ടുകളിലേക്ക് കൂടി പണം പോയതായി കണ്ടെത്തിയത്. ഇവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം മറ്റ് 2 അധ്യാപകരിലേക്ക് കൂടിയാണ് എത്തിയിട്ടുള്ളത്. എന്തായാലും അവരെ കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രാഥമികമായി ചില വിവരങ്ങൾ ഇവരിൽ നിന്ന് നേരിട്ട് തന്നെ അന്വേഷണ സംഘം ചോദിച്ചറിഞ്ഞു. ഇതിനു പുറമെ ഇവരുടെ ബാങ്ക് വിവരങ്ങൾ പോലീസ് അന്വേഷണ സംഘം ഇന്നിപ്പോൾ ശേഖരിച്ചു വരികയാണ്. ഈ ബാങ്ക് വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തി ഈ പണം സമാനമായ രീതിയിൽ തന്നെ ലഹരി ഉപയോഗത്തിന് കൊടുത്തു എന്നുള്ളതടക്കം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ തുടർ നടപടികളിലേക്ക് കടക്കും. എന്തായാലും വളരെ നിർണായകമായ വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരികയും ചെയ്യുന്നത്. ശരി, ശരത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം